This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. പ്രവർത്തനങ്ങൾക്കും സാമൂഹിക നന്മയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് ഫിലാഡൽഫിയ പ്രൊവിൻസ് അടുത്ത വർഷത്തേക്കുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ പരിപൂർണ വിജയത്തിനായി ഈ ഡിസംബർ മാസം 15-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രൊവിൻസിന്റെ ചെയർപേഴ്സൺ ശ്രീമതി മറിയാമ്മ ജോർജിന്റെ എവിലാൻഡിൽ പുതുതായി വാങ്ങിയ ഭവനത്തിൽ വെച്ച് യോഗം കൂടുകയും സബ് കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. കേരളത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യുവതി യുവാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 25 ദമ്പതികൾക്ക് വിവാഹം നടത്തിക്കൊടുക്കുവാനുള്ള ഒരു വലിയ പദ്ധതിയാണ് പ്രൊവിൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. അനുയോജ്യരായ അപേക്ഷകരെ കണ്ടെത്തി ഈ സമൂഹ വിവാഹത്തെ ഒരു സമ്പൂർണ്ണ വിജയമാക്കി തീർക്കുവാൻ കേരളത്തിലുള്ള ഗാന്ധി ഭവനുമായി പ്രൊവിൻസ് കൂടിയാലോചന നടത്തുകയും ഗാന്ധി ഭവന് ഈ മേഖലയിലുള്ള എല്ലാ അനുഭവ സമ്പത്തും സഹകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്തതിലുള്ള നന്ദിയും സ്നേഹവും യോഗം രേഖപ്പെടുത്തി. അടുത്ത വർഷം ഒക്ടോബർ മാസം 2-ാം തീയതി കോട്ടയത്തുള്ള ഒരു പ്രമുഖ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ സമൂഹ വിവാഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബലും അമേരിക്ക റീജിയണും അവരുടേതായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും പ്രൊവിൻസിന്റെ ഈ ബൃഹത് പദ്ധതി വിജയകരമായി സംഘടിപ്പിക്കുവാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സമൂഹ വിവാഹത്തിനുള്ള നിബന്ധനകളും പ്രൊവിൻസ് ഇതിനായി ചെയ്യുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും യോഗത്തിൽ തീരുമാനിച്ച് അംഗീകാരം നൽകി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ പ്രസിഡന്റ് നൈനാൻ മത്തായി, ചെയർപേഴ്സൺ മറിയാമ്മ ജോർജ്, ജനറൽ സെക്രട്ടറി ലൂക്കോസ് മാത്യു, ട്രഷറർ തോമസ് കുട്ടി വർഗീസ് എന്നിവരുമായി ബന്ധപ്പെടുക. അടുത്ത വർഷം ജൂൺ 7-ാം തീയതി ശനിയാഴ്ച മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഡേ വിവിധ പരിപാടികളോടെ സെയിന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ വെച്ച് നടത്തുവാനും യോഗം തീരുമാനിച്ചു. വിശിഷ്ടാതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗം രാവിലെ 10 മണി മുതൽ 11 മണി വരെയും വിവിധ ആർട്ടിസ്റ്റുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള കലാപരിപാടികൾക്ക് 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വേദി സാക്ഷിയാകും. കേരള തനിമയോടെ വിളിച്ചറിയിക്കുന്ന ഉച്ചഭക്ഷണവും എല്ലാവർക്കായും ഒരുക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ നർത്തകിയും ഫിലാഡൽഫിയ നൂപുര ഡാൻസ് അക്കാദമിയുടെ ഡയറക്ടറും പ്രൊവിൻസ് അംഗവുമായ ശ്രീമതി അജി പണിക്കരെ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഡേ 2025 പ്രോഗ്രാം കോർഡിനേറ്ററായി യോഗം ഐക്യകണ്ഠേനെ തിരഞ്ഞെടുത്തു. കലാരംഗത്ത് വളരെയധികം അനുഭവ സമ്പത്തുള്ള അജി പണിക്കരുടെ നേതൃത്വ ഡാൻസ് ഫെസ്റ്റും വിപുലമായ കലാപരിപാടികളും വേദിയെ വർണ്ണശബളമാക്കും. പ്രൊവിൻസ് ഒക്ടോബറിൽ സംഘടിപ്പിക്കുന്ന സമൂഹ വിവാഹത്തിന്റെ സാമ്പത്തിക സഹായത്തിനു വേണ്ടി ഊന്നൽ നൽകിക്കൊണ്ടാണ് ജൂൺ മാസത്തിൽ ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. യോഗം 4 മണിക്ക് ആരംഭിച്ചു. പ്രൊവിൻസിന്റെ വുമൺ ഫോറം പ്രസിഡന്റായ ശ്രീമതി ശൈല രാജന്റെ പ്രിയ മാതാവിന്റെ വേർപാടിൽ അംഗങ്ങൾ ഒരു നിമിഷം മൗനം ആചരിച്ചു. പരേതയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചു. സെക്രട്ടറി ലൂക്കോസ് മാത്യു സ്വാഗതം അർപ്പിച്ചു കഴിഞ്ഞ് മീറ്റിംഗിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് നൈനാൻ മത്തായി അധ്യക്ഷ പ്രസംഗം നടത്തി. 2024 അംഗങ്ങൾ പ്രൊവിൻസിന് ചെയ്ത സേവനങ്ങളെ പ്രകീർത്തിച്ചു തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചു. പ്രത്യേകിച്ച് ഈ വർഷത്തെ പ്രൊവിൻസിന്റെ കണക്കുകൾ പൂർത്തിയാക്കി ഓഡിറ്റ് ചെയ്യുവാൻ അക്ഷീണം പരിശ്രമിച്ച ട്രഷറർ തോമസ് കുട്ടി വർഗീസിനെയും അക്കൗണ്ട് ബെന്നി മാത്യുവിനെയും ഓഡിറ്റേഴ്സ് അപ്പു, റൂബി എന്നിവരെയും അഭിനന്ദിച്ചു. പങ്കെടുത്ത അംഗങ്ങൾ എല്ലാവരും പ്രൊവിൻസിന്റെ നടത്തിപ്പിനും ഉന്നമനത്തിനും അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും യോഗം അത് നടപ്പിലാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ചെയർപേഴ്സൺ ശ്രീമതി മറിയാമ്മ ജോർജ് ആശംസ പ്രസംഗം നടത്തി. ശ്രീമതി മറിയാമ്മ ജോർജ് പ്രൊവിൻസിന് ചെയ്ത വിശിഷ്ട സേവനത്തെ മാനിച്ചും അവർ മനോഹരമായ ഒരു ഭവനം വാങ്ങിയതു മൂലമുള്ള സന്തോഷത്തിലും പ്രൊവിൻസ് ഫലകം സമ്മാനിച്ച് അവരെ ആദരിച്ചു. അതോടൊപ്പം പ്രൊവിൻസിന്റെ പ്രസിഡന്റായ ശ്രീമാൻ നൈനാൻ മത്തായി ദീർഘകാലം പെൻസിൽവാനിയ സർക്കാർ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചതിൽ അദ്ദേഹത്തിന് നല്ലൊരു വിശ്രമ ജീവിതം കേക്ക് മുറിച്ച അംഗങ്ങൾ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രൊവിൻസിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ജനുവരി മാസം 3-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ശ്രീമാൻ മത്തായിയുടെ ഭവനത്തിൽ വെച്ച് നടത്തുവാനും ഇതിന്റെ കോർഡിനേറ്ററായി ശ്രീമതി ശൈല രാജനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ട്രഷറർ തോമസ് കുട്ടി വർഗീസ് നന്ദി പറഞ്ഞു. മനോഹരമായ ഭവനം വാങ്ങിയതിലുള്ള സന്തോഷത്തിൽ ശ്രീമതി മറിയാമ്മ ജോർജ് പങ്കെടുത്ത എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുകയും യോഗത്തിനായി വീട് ക്രമീകരിക്കുകയും ചെയ്തതിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും മറിയാമ്മ ജോർജിനോടും കുടുംബത്തോടും അറിയിച്ചു. അത്താഴ വിരുന്നോടുകൂടി സമാപന പ്രാർത്ഥനയോടുകൂടി യോഗം രാത്രി 9 മണിയോടുകൂടി പര്യവസാനിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.